നമുക്ക് മറ്റൊരു റിപ്പോർട്ട് കാണാം. ഓണക്കാലത്ത് നാട്ടിലെത്തിയ മാവേലിക്ക് വരുന്ന വഴിയിൽ ഓണസദ്യ വിളമ്പി യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം. പെരിന്തൽമണ്ണ കട്ടുപ്പാറയിൽ തകർന്ന റോഡ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാത്തതിനെതിരെയായിരുന്നു ഓണക്കാലത്ത് യൂത്ത് കോൺഗ്രസ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. കുഴിതു വെച്ച അമ്മാതിരി കുഴിയാണ്. ഇതൊന്നും കുഴിയല്ല, പാതാളത്തിലേക്കുള്ള എളുപ്പ വഴിയെന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത്. അതുകൊണ്ടാണ് മാവേലിയെ ഓണത്തിന് പാതാളത്തിൽ നിന്ന് വരുന്ന വഴിയിൽ വെച്ച് തന്നെ പ്രതിഷേധത്തിൽ പങ്കെടുപ്പിച്ചതത്രേ. റൂട്ടിലെ ഗട്ടറിലിരുന്ന് സദ്യ ഉണ്ടുകൊണ്ടായിരുന്നു മാവേലി പ്രതിഷേധത്തിന്റെ ഭാഗമായത്. എൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ, എല്ലാ വർഷവും പാതാളത്തിന് പുറപ്പെടുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം ഉണ്ടാവാറുണ്ട്. ഇത് ഞാൻ ഇത്ര നേരത്തെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഏതോ ഒരു JCBയുടെ തലയിൽ കുടുങ്ങിയപ്പോൾ ഞാനിങ്ങ് കയറിപ്പോന്നതാണ്. റോഡ് പണിയുടെ പേരിൽ എല്ലായിടത്തും അഴിമതികൾ നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. എല്ലാ റോഡുകളും പാതാളം വരെ താഴ്ന്നിരിക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ വരും കാലങ്ങളിൽ ഈ മഹാബലി തമ്പുരാൻ കേരളത്തിക്കില്ല. ഞാനിനി കേരളത്തിലേക്ക് വരില്ല. എനിക്ക് മടുത്തു. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാത 39-ൽ പുലാമന്തോൾ കട്ടുപ്പാറ മുതൽ ചെറുകര വരെ 3 കിലോമീറ്ററോളം ദൂരം റോഡ് തകർന്ന് തരിപ്പണമായ നിലയിലാണ്. റോഡിലെ വൻ ഗർത്തങ്ങൾ പാറപ്പൊടി കൊണ്ട് അടച്ച് പ്രതിഷേധക്കാരെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം നാട്ടുകാർ തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസുകാർ വേറിട്ട പ്രതിഷേധം നടത്തിയത്. കേരളക്കരയുടെ ആഘോഷമായ ഓണം നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാവേലി ഇറങ്ങിക്കൊണ്ട് മാവേലിക്ക് ഇത്തവണ പാതാളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന മാവേലി ഇത്തവണ ഈ റോട്ടിലിരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ട ഗതികേടിലേക്ക് കേരളം മാറി എന്നുള്ള ആ യാഥാർത്ഥ്യമാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിലേക്ക്, അധികാരികളുടെ ഇടയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തുന്നത്. ഇതിന് എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. 2019-ലാണ് റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയുടെ നവീകരണം പ്രഖ്യാപിച്ചത്. 6 കൊല്ലം കഴിഞ്ഞിട്ടും പദ്ധതി നിശ്ചയിച്ച രൂപത്തിൽ എങ്ങുമെത്താത്ത സാഹചര്യമാണ്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് റോഡിൽ ചെറിയ അറ്റകുറ്റപ്പണികളെങ്കിലും നടന്നത്. അപ്പോഴും കട്ടുപ്പാറ മുതൽ 3 കിലോമീറ്ററോളം ദൂരം റോഡ് പറ്റെ തകർന്ന നിലയിലാണ്. പ്രതിഷേധങ്ങൾ തുടർക്കഥയായതോടെ മഴ മാറിയാലുടൻ റീടാറിംഗ് നടത്താമെന്നാണ് അധികൃതരുടെ ഉറപ്പ്. ന്യൂസ് 18 മലപ്പുറം.